വന്യമൃഗശല്യത്താൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. ഇടുക്കി പെരുവന്താനം TR&T എസ്റ്റേറ്റിലെ തൊഴിലാളികളും പ്രദേശവാസികളും. കാട്ടാനാക്രമത്തെ തുടർന്ന് തൊഴിലാളികളിൽ പലരും എസ്റ്റേറ്റിൽ നിന്ന് താമസം മാറി കഴിഞ്ഞു. 3 മാസം മുമ്പ് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നതോടെയാണ് ഇവരുടെ ആശങ്കയും വർദ്ധിച്ചത്. പെരുവന്താനം TR&T എസ്റ്റേറ്റിനോട് ചേർന്നുള്ള മേഖലകളിലാണ് കാട്ടാനശല്യം രൂക്ഷം. 30ഓളം ആനകൾ വരെ ഇവിടെ ഒരുമിച്ച് വന്ന സമയമുണ്ട്. ശബരിമല തീർത്ഥാടനം തുടങ്ങിയാൽ അഴുത വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങും. കഴിഞ്ഞ ഫെബ്രുവരി 9-ാം തീയതിയാണ് പുഴയിൽ കുളിക്കാൻ പോയ കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മായിലിനെ കാട്ടാന ആക്രമിച്ചത്. ഇതോടെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭീതി വർദ്ധിച്ചു. പലരും എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും താമസം മാറി. വന്യമൃഗ ആക്രമണം രൂക്ഷമാകുമ്പോഴും വനം വകുപ്പ് നിസ്സംഗത പാലിക്കുന്നുവെന്നാണ് ആരോപണം. TR&T എസ്റ്റേറ്റിൽ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. പലരും ഈ ആനശല്യം മൂലം പലരും ഇന്ന് ഔട്ട് സൈഡിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായ ആളുകൾക്കും ജോലി ചെയ്യാനായിട്ട് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായ ആളുകൾക്ക് ടാപ്പിംഗ്, ജനറൽ വർക്കേഴ്സ് എന്നീ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വന്യമൃഗശല്യം ഉള്ളതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ 3 വർഷക്കാലം TR&T എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. മുണ്ടക്കയം പെരുവന്താനം മേഖലകളിൽ വന്യജീവി ആക്രമണം ഉണ്ടായാൽ RRT ടീം സംഘം എത്തേണ്ടത് പീരുമേട്ടിൽ നിന്നോ കോട്ടയത്തു നിന്നോ ആണ്. ഇവർ എത്തുമ്പോഴേക്കും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കും. വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ ആളുകൾ കുടിയിറങ്ങേണ്ടതായി വരും. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.